ഗുഡ് മോർണിംഗ്. നമ്മളിനി അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് സാമ്പിളിംഗ് തിയറിയാണ്. ഇതൊരു തിയററ്റിക്കൽ പേപ്പറാണ്, പ്രോബ്ലംസ് ആയിട്ടില്ല, കുറച്ച് തിയറിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാമ്പിളിംഗ് നടത്തുന്നതെന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് ആദ്യമേ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ പോപ്പുലേഷൻ ഈസ് എ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ദി യൂണിറ്റ്സ് അണ്ടർ സ്റ്റഡി ഇൻ എനി ഫീൽഡ് ഓഫ് ഇൻക്വയറി. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് or of their values which can be numerically specified. For example, if any inquiry is intended to determine the average per capita income of people in a particular city, population will comprise of all the people of that city. ആക്ച്വലി നമ്മളൊരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനെ പറ്റിയാണോ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, ആ ഒരു സ്റ്റഡി നടത്തുന്ന എന്തിലാണോ നമ്മൾ സ്റ്റഡി നടത്തുന്നത് ആ ഒരു ടോട്ടൽ യൂണിറ്റിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂണിറ്റ്സ് ആകാം. അങ്ങനെ ആ ഒരു ടോട്ടൽ കളക്ഷനാണ് നമ്മൾ ആ ഒരു പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സിറ്റിയിലുള്ള പീപ്പിളിൻ്റെ ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കേസിലെ പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സിറ്റിയിൽ താമസിക്കുന്ന ടോട്ടൽ ആൾക്കാരായിരിക്കും ആ ഒരു പർട്ടിക്കുലർ സ്റ്റഡിയുടെ പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A population can be finite or infinite. A population containing finite number of items is known as finite population. For example, the students in a college, the population of a city, etc. ഈ ഒരു പോപ്പുലേഷൻ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന പോപ്പുലേഷൻ ഒന്നെങ്കിൽ ഫൈനൈറ്റ് ആകാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആകാം. ഫൈനൈറ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. എക്സാമ്പിളായിട്ട് ഒരു കോളേജിലുള്ള ടോട്ടൽ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഒരു സിറ്റിയിലുള്ള പോപ്പുലേഷൻ, അതിൻ്റെയൊക്കെ എണ്ണം എന്ന് പറയുന്നത് എന്താ, ഫൈനൈറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും ആ ഒരു പോപ്പുലേഷനകത്ത് വരുന്നത്. On the other hand, a population having an infinite number of objects or with the number of objects so large as to appear practically infinite, termed as infinite population. For example, the population of temperature at various points of the atmosphere, the population of stars in the sky, etc. ഇനി ഇതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻഫൈനൈറ്റും ആകാം. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ആ ഒരു യൂണിറ്റ് ഓഫ് സ്റ്റഡിക്കകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് കാണുമായിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു നമ്മൾ ടെമ്പറേച്ചറിനെ പറ്റി സ്റ്റഡി നടത്തുവാണെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള വേരിയസ് ടൈംസിലുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ സ്റ്റഡി എങ്കിൽ അതൊരു ഇൻഫൈനൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളൊക്കെയാണ് പോപ്പുലേഷനായിട്ട് എടുക്കുന്നതെങ്കിൽ അതൊക്കെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും വരുന്നത്. സോ മെയിനായിട്ട് ഓർത്തിരിക്കുക, പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിലാണോ സ്റ്റഡി നടത്തുന്നത് ആ ഒരു സ്റ്റഡി നടത്തുന്ന ആ ടോട്ടൽ യൂണിറ്റ്സിനെ നമ്മൾ പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സാമ്പിൾ എന്താണെന്ന് നോക്കാം. A finite subset of a population selected from it with the objective of investigating its property is called the sample of that population. A sample is selected in such a manner that it represents the population. ഇനി നമ്മൾ സാമ്പിൾ എന്ന് വെച്ചാൽ ഈ ഒരു ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്തല്ലോ. ആ ഒരു പോപ്പുലേഷൻ ഒരുപാട് ഹൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പോപ്പുലേഷനകത്തുനിന്ന് കുറച്ച് ചെറിയ ചെറിയ സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ഒരു സാമ്പിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോപ്പുലേഷൻ്റെ സബ്സെറ്റ് ആയിരിക്കും. കാരണം ആ പോപ്പുലേഷനിൽ തന്നെ എടുത്തിട്ടുള്ള സാമ്പിളാണ്. ആ ഒരു സാമ്പിൾ നോക്കുമ്പോൾ നമുക്കൊരു പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആ ഒരു സാമ്പിളിനകത്തും കാണും. ഇറ്റ് ഈസ് എ മൈന്യൂട്ട് മോഡൽ ഓർ റെപ്ലിക്ക ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ ഒരു ചെറിയ പതിപ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സാമ്പിൾ നോക്കുമ്പോഴത്തേക്ക്. പോപ്പുലേഷൻ്റെ കേസിൽ നമുക്കറിയാം ചിലപ്പോൾ ഒരുപാട് ഒബ്സർവേഷൻസ് വരും. ഇപ്പോൾ ഒരു സിറ്റിയിലുള്ള പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ തൗസൻഡ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത്രയും വലിയൊരു പോപ്പുലേഷൻ എടുത്ത് സ്റ്റഡി ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു ചെറിയ സബ്സെറ്റ് എടുത്തിട്ട് ആ സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സ്റ്റഡീസൊക്കെ ആ ഒരു സാമ്പിളിലായിരിക്കും നമ്മൾ സാധാരണ നടത്തുന്നുള്ളത്. For example, when we want to study a life of an electric bulb produced by a company, we select some bulbs and study their length of life. This selected number is the sample. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് നമ്മളൊരു കമ്പനിയുടെ ഇലക്ട്രിക് ബൾബ് പറ്റിയുള്ള സ്റ്റഡി നടത്തുവാണെങ്കിൽ ആ ഒരു ടോട്ടൽ കമ്പനി ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ബൾബിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് നമ്മൾ എടുത്തിട്ട് ആ ഒരു ബൾബിൻ്റെ ലെങ്ത് ഓഫ് ലൈഫ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ അത്. സോ പോപ്പുലേഷനും സാമ്പിളും എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഒന്ന് സെൻസസ് മെത്തേഡും മറ്റേത് സാമ്പിൾ സർവേ ആണ്. സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ ആർ ദ ടു മെത്തേഡ്സ് ഓഫ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഇനി നമുക്ക് ഈ രണ്ട് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. Census method is a method of collecting data in which informations are collected from every individual ഓഫ് ദ പോപ്പുലേഷൻ. ഈ ഒരു സെൻസസ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻസസ് മെത്തേഡിനകത്ത് ആ ഒരു പോപ്പുലേഷനിലുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇടയ്ക്കിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും.
For example, if it is desired to study the physical stature of the students of a particular college, data may be obtained from all students. നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഹൈറ്റ് നമ്മൾ സ്റ്റഡി നടത്തുവാണെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഹൈറ്റ് ഒരു ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദ ടോട്ടൽ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് ഓഫ് ദ കോളേജ് ഈസ് റെഫേർഡ് ടു ആസ് യൂണിവേഴ്സ് ആൻഡ് ഈച്ച് സ്റ്റുഡൻറ്റ് ആസ് എ യൂണിറ്റ്. So under census enquiry, a study is made of all the units of the universe. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റുഡൻസിൻ്റെ ഹൈറ്റാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ ആ ഒരു കോളേജിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിനെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഓഫ് ദാറ്റ് യൂണിവേഴ്സാണ് നമ്മൾ യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സെൻസസ് എൻക്വയറിയുടെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ടോട്ടൽ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ യൂണിറ്റ്സിലും നമ്മൾ ആ സ്റ്റഡി നടത്തും. The population census conducted in India once in every 10 years is an example of census enquiry. സെൻസസ് എൻക്വയറി നമുക്കറിയാം, വർഷത്തിൽ 10 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്താറുള്ളത്. അത് ഈ ഒരു സെൻസസ് മെത്തേഡിന് എക്സാമ്പിളാണ്. അപ്പോൾ സെൻസസ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ കാണും, അതിന് കുറേ യൂണിറ്റ്സും കാണും. സെൻസസ് മെത്തേഡിനകത്ത് നമ്മൾ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്സ് ഓഫ് ദാറ്റ് പോപ്പുലേഷനിൽ അത് സ്റ്റഡി നമ്മൾ നടത്താറുണ്ട്. അതാണ് സെൻസസ് മെത്തേഡിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സെൻസസ് മെത്തേഡും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻസസ് മെത്തേഡും നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. ഇനി നമ്മൾ അടുത്തൊരു മെത്തേഡ് കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്കുള്ളതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അതായത് സാമ്പിൾ സർവേ. Sampling may be defined as a process of obtaining information about an entire population by examining only a part of it. ഇത് സെൻസസ് മെത്തേഡിൽ നിന്ന് മെയിനായിട്ട് വ്യത്യാസം വരാനുള്ളൊരു കാരണം, ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡിനകത്ത് നമ്മൾ ഇൻഫോർമേഷൻ ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ യൂണിറ്റിൽ നിന്ന് എടുക്കത്തില്ല. ആ ഒരു പോപ്പുലേഷനിലുള്ള ഒരു ചെറിയ പാർട്ടിൽ നിന്ന് മാത്രമേ നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യത്തുള്ളൂ. In any investigation, if data are collected only from a representative part of the universe, we say that the data are collected by sampling. ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ കളക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന്. റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഈസ് കോൾഡ് ദ സാമ്പിൾ. ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ഏതൊരു പാർട്ടാണോ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുത്തത് ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സാമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. For example, if we want to know the average height of students in a particular college, it is sufficient if the required measurements are taken from a few students selected at random. The basic objectives of sampling is to draw inferences about the population. ഇപ്പോൾ ഒരു കോളേജിൽ നമ്മൾ ഹൈറ്റിൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞ സെൻസസ് മെത്തേഡിൽ പറഞ്ഞല്ലോ, ആ ഒരു സെയിം എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കോളേജിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പം ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് എടുക്കുന്നത് ഡിഫിക്കൽട്ടി പ്രോസസ്സാണെങ്കിൽ നമ്മൾ ആ ഒരു സാമ്പിളിംഗ് മെത്തേഡ് വഴി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റാൻഡമായിട്ട് കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നമ്മളെടുക്കും. ആ ഒരു റാൻഡമായി ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ പോയിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, കുറച്ച് റാൻഡമായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിൽ സ്റ്റഡി നടത്തിയിട്ട് ആ ഒരു സ്റ്റഡി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളൊരു പോപ്പുലേഷൻ ഉള്ള കൺക്ലൂഷൻ എത്തും. സോ അങ്ങനെയാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പം സെൻസസ് മെത്തേഡിൽ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനകത്തുള്ള എല്ലാ യൂണിറ്റിലും സ്റ്റഡി നടത്തും. സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. ആ ഒരു പാർട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി സാമ്പിളിങ്ങിൻ്റെ മെറിറ്റ്സും അതുപോലെ തന്നെ ഡിമെറിറ്റ്സും നിങ്ങൾ നോക്കുക. Assumptions in sampling നോക്കാം. ബേസിസ് ഓഫ് സാമ്പിളിംഗ്. ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ഹാവ് ഓവറോൾ യൂണിഫോമിറ്റി, അതായത് ഹോമോജിനിറ്റി. നമ്മൾ മെയിനായിട്ട് 3 അസംഷൻസ് ആണ് സാമ്പിളിങ്ങിൻ്റെ കേസിൽ എടുക്കുന്നത്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പുലേഷനിലുള്ള എല്ലാ ഐറ്റത്തിനും ഒരു യൂണിഫോമിറ്റി പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സെലക്റ്റഡ് റെപ്രസെൻറ്റ് ദ യൂണിവേഴ്സ് ജനറലി. ആ ഒരു പോപ്പുലേഷനകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു സാമ്പിൾ ആ ഒരു ടോട്ടൽ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സാമ്പിളായിരിക്കണം. അങ്ങനെയുള്ള സാമ്പിളായിരിക്കും നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു യൂണിവേഴ്സിൽ നിന്നുണ്ടല്ലോ ആ ഒരു പോപ്പുലേഷൻ്റെ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ. സാമ്പിൾ റിസൾട്ട്സ് ആർ ട്രൂ ഓൺലി ഇൻ ജനറൽ. നമ്മൾ ടോട്ടൽ ജനറലായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സാമ്പിൾ റിസൾട്ട്സ് ട്രൂ ആയിരിക്കത്തുള്ളൂ. നമുക്ക് ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ്റെ എക്സാക്ട് കോപ്പി എന്ന് പറഞ്ഞ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷനിലെ കൺക്ലൂഷൻസ് എത്താൻ പറ്റത്തില്ല. സോ നമ്മൾ ആ ഒരു സാമ്പിൾ ഡിസ്ട്രിബ്യൂഷനെ ഇൻ ജനറൽ എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ കൺക്ലൂഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അസംഷൻസ്. ഇനി നമുക്ക് തിയററ്റിക്കൽ basis of sampling നോക്കാം. The two important principles on which the theory of sampling is based are principle of statistical regularity and principle of inertia of large numbers. നമ്മൾ മെയിനായിട്ട് ഈ ഒരു തിയറി ഓഫ് സാമ്പിളിങ്ങിൽ ഉപയോഗിക്കുന്ന 2 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, രണ്ടാമത്തത്
പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. സോ ഈ രണ്ട് പ്രിൻസിപ്പിൾസാണ് നമ്മൾ മെയിനായിട്ട് ഒരു സാമ്പിളിംഗ് തിയറിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ദിസ് പ്രിൻസിപ്പിൾ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് പ്രോബബിലിറ്റി. ഇൻ ദ വേർഡ്സ് ഓഫ് കിങ്, the law of statistical regularity lays down that a moderately large number of items chosen at random from a large group are almost sure on the average to possess the characteristic of that group. In other words, the principle states that if a sample is taken at random from a population, it is likely to possess almost the same characteristic as that of the population. അപ്പോൾ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്താ നമ്മൾ മെയിനായിട്ട് ഒരു തിയറി ഓഫ് പ്രോബബിലിറ്റി എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലാർജ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാമെന്ന് വെച്ചോ. ആ ഒരു ലാർജ് ഗ്രൂപ്പിനകത്തുനിന്ന് നമ്മൾ മോഡറേറ്റ്ലി കുറച്ച് ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സെലക്റ്റഡ് ഐറ്റം എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് ആ ഒരു ടോട്ടൽ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിക്കുന്നതായിരിക്കും എന്ന്. അതാണ് ഒരു ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം, ടോട്ടൽ പോപ്പുലേഷനകത്തുനിന്ന് നമ്മളൊരു സെറ്റ് ഓഫ് സാമ്പിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഒരു സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു പോപ്പുലേഷൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കൊറോളറി ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ലാർജ് നമ്പേഴ്സ് ആർ റിലേറ്റീവ്ലി മോർ സ്റ്റേബിൾ ദാൻ small numbers. The difference in the aggregate result is likely to be significant when the size of the sample is large because the variation balance each other. ഇപ്പോൾ ഈ ഒരു ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഉണ്ടല്ലോ, ആ എടുക്കുന്ന സാമ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ നമ്പറിനെക്കാട്ടിലും ലാർജ് നമ്പർ ആയിരിക്കുന്ന കേസിലായിരിക്കും ആ ഒരു ബാലൻസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സൈസ് ഓഫ് ദ സാമ്പിൾ കൂടുന്തോറും ആ ഒരു വേരിയേഷൻസ് അത് ബാലൻസ് ചെയ്തോളും. This principle does not state that the large numbers do not permit change, but the change would be more regular. അപ്പം ഈ ഒരു ലാർജ് സാമ്പിൾ എടുക്കുന്തോറും ഈ ഒരു പോപ്പുലേഷൻ്റെ അതുപോലെ തന്നെ എക്സാക്ട് കോപ്പിയാണ് സാമ്പിൾ എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയേഷൻസ് വരാം, പക്ഷേ ആ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി റെഗുലർ ആയിരിക്കും എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സാമ്പിൾ, ദി പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ഇൻ ഇന്ത്യ മേ വേരി സ്ലൈറ്റ്ലി over a period of years, but the total world production of wheat remains relatively stable for decades. Thus, large number have great inertia. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള വീറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്തോറും നല്ല വേരിയേഷൻസ് വരാറുണ്ട്. പക്ഷേ ഫോർ എ പീരീഡ് ഓഫ് 10 years അല്ലെങ്കിൽ ഒരു ഡെക്കേഡിൽ ടോട്ടൽ വേൾഡ് പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ലാർജ് നമ്പേഴ്സിനായിരിക്കും ഗ്രേറ്റ് ഇനേർഷ്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. Any factors which decide whether census method or sample survey is suitable. Criteria for choosing sampling method or census method. ഇപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് സാമ്പിളിംഗ് മെത്തേഡ്, ഒന്ന് സെൻസസ് മെത്തേഡ്. ഏത് മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടതിരിക്കുന്നത്. സോ അത് ഏതൊക്കെ ഫാക്ടേഴ്സാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ, ഫീൽഡ് ഓഫ് എൻക്വയറി. ഇഫ് ദ ഏരിയ to be covered is large, then census method is impracticable. In such a case, sample method can be adopted. ഒന്നാമത്തേത് നമ്മൾ എടുത്തിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫീൽഡ് എന്താണെന്ന് നോക്കുക. ആ ഒരു ഏരിയ ടു ബി കവേർഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി നടത്തേണ്ടത് ഒത്തിരി വലിയ ലാർജ് പോപ്പുലേഷനിലാണെങ്കിൽ സെൻസസ് മെത്തേഡ് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എടുക്കേണ്ട മെത്തേഡ് എന്താ, സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കണം എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ, അവൈലബിലിറ്റി ഓഫ് ടൈം. ദ ടൈം അവൈലബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ എൻക്വയറി ഇസ് എ ക്രൈറ്റീരിയം ഫോർ ഡിസൈഡിങ് ആസ് ടു സെൻസസ് മെത്തേഡ് ഓർ സാമ്പിൾ സർവേ. Census method is time consuming while sample survey requires less time. സോ നമ്മൾ അവൈലബിലിറ്റി ഓഫ് ടൈം ആണ് അടുത്ത ഫാക്ടർ. ഒത്തിരി ടൈം വേണ്ട ഒരു പ്രൊസീജിയറാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ടൈം എത്രയാണ് അവൈലബിൾ അതിൻ്റെയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു മെത്തേഡ് ഏത് സെലക്ട് ചെയ്യണം നോക്കിയിരിക്കുന്നത്. ഇനി അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്. Census method is very expensive while sample survey is less costly. Therefore, depending upon the money available for spending, one can choose the appropriate of the methods. അടുത്തത് ഫിനാൻസ് ആണ്. സെൻസസ് മെത്തേഡ് കൂടുതലും ചിലവ് ഏറിയ ഒരു മെത്തേഡാണ്. സോ ആ ഒരു ആൾക്കാരുടെ ഫിനാൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്താണ് മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇരിക്കുന്നത്. ദ ഡിഗ്രി ഓഫ് ആക്യുറസി ഡിസൈഡ്.
Since every item of the universe is examined in census method, the results obtained are reliable and accurate. In sample survey, only representative part is studied, so the result obtained need not fully convey the information of the population. സോ അതാണ് ഈ ഒരു മെത്തേഡ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു സെൻസസ് മെത്തേഡിനകത്ത് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ സാമ്പിൾ സർവേയിൽ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് മാത്രമാണ് സ്റ്റഡി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഒരു പോപ്പുലേഷൻ്റെ ഇൻഫോർമേഷൻ തരുമോ ഇല്ലയോ എന്ന് നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. When census method fails, when the population is infinite, or when a study of a unit of population destroys that unit, or when the population is hypothetical, census method is not practicable, so sampling technique is to be applied. ഇവന് പോപ്പുലേഷൻ ഒന്നെങ്കിൽ ഭയങ്കര ഇൻഫൈനൈറ്റ് ആണ്, അതുപോലെ തന്നെ ഒരു ഏതെങ്കിലുമൊക്കെ പോപ്പുലേഷൻ നമുക്ക് പോപ്പുലേഷനിലുള്ള യൂണിറ്റ് നമുക്ക് മിസ്സിങ് ആയിട്ടുണ്ട്, എന്തെങ്കിലും ഡിസ്ട്രക്ഷനൊക്കെ പറ്റി മിസ്സിങ് ആയിട്ടുണ്ടെന്നുള്ള കേസൊക്കെ ആണെങ്കിൽ സെൻസസ് മെത്തേഡ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ടെക്നിക്കായിരിക്കും. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ. In census method, we collect information from all the units of the population, while in sample survey, we collect information only from a representative part of the population. നമ്മളിപ്പം സെൻസസ് മെത്തേഡും സാമ്പിൾ സർവേയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഒന്ന് സെൻസസ് മെത്തേഡിൽ നമ്മളിപ്പം കൂടെ പറഞ്ഞതാണ്, സെൻസസ് മെത്തേഡിനകത്ത് എല്ലാ യൂണിറ്റിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സാമ്പിൾ സർവേയിൽ പക്ഷേ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് മാത്രമാണ് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെൻസസ് മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ഈസ് ഇമ്പോസിബിൾ ഇൻ certain situation. Example, when the population is infinite, or when the study of an item causes destruction of that item, etc. But a sample survey is possible in all situations. സെൻസസ് മെത്തേഡ് കുറേ കേസസിൽ നമുക്ക് നടത്താൻ പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിളാണ് ഒന്നെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളപ്പം, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിൽ ഏതെങ്കിലുമൊക്കെ യൂണിറ്റ് ഡിസ്ട്രക്ഷനൊക്കെ പറ്റി മിസ്സിങ് ആയിട്ടുള്ള കേസിൽ നമുക്ക് സെൻസസ് മെത്തേഡ് നടത്താൻ പറ്റത്തില്ല. പക്ഷേ സാമ്പിൾ സർവേ ആണെങ്കിൽ എല്ലാ പോസിബിൾ സിറ്റുവേഷനിലും നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തെ ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻസസ് മെത്തേഡ് മേക്സ് എ സ്റ്റഡി ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഹാസ് ദ മെറിറ്റ് ഓഫ് ആക്യുറസി ആൻഡ് adequacy. Error due to incomplete coverage is also avoided. In a sample survey, only a few individuals are studied, and therefore the information obtained has only a representative nature. Hence, those information may not be accurate and adequate in some situation. മൂന്നാമത്തെ ഡിഫറൻസ് വരുന്നത് ആക്യുറസിയുടെ കേസിലാണ്. സെൻസസ് മെത്തേഡിൽ എല്ലാ യൂണിറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ആഡിക്വേസി കൂടുതലായിരിക്കും. പക്ഷേ സാമ്പിൾ സർവേയിൽ നമ്മൾ എല്ലാ യൂണിറ്റും കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. Census method is meant to study the population, while sample survey is a method of drawing conclusions about the population. നാലാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സെൻസസ് മെത്തേഡ് നമ്മളൊരു പോപ്പുലേഷനിൽ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ സ്റ്റഡി എന്നുകൊണ്ടാണ് ആ ഒരു സെൻസസ് മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാമ്പിൾ സർവേയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ, ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് കൺക്ലൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അഞ്ചാമത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ സെൻസസ് മെത്തേഡ് ഈസ് യൂഷ്വലി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി, വൈൽ സാമ്പിൾ സർവേ ഈസ് ലെസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ലെസ് എക്സ്പെൻസീവ്. സെൻസസ് മെത്തേഡാണ് ഈ ഒരു സാമ്പിൾ സർവേനെ അപേക്ഷിച്ച് ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ കോസ്റ്റ്ലിയും. അടുത്ത ഡിഫറൻസ്, ഇൻ സെൻസസ് സർവേ എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ഓൾ ഐറ്റംസ് ഈസ് നോട്ട് പോസിബിൾ when there are many items. In sample survey, detailed study of the items is possible as the number of items selected is not much. സെൻസസിൽ നമ്മൾ എല്ലാ ഐറ്റംസും സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഈച്ച് ആൻഡ് എവറി ഐറ്റത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി പോസിബിൾ ആയിട്ടുള്ളതല്ല. പക്ഷേ സാമ്പിൾ സർവേയിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി പോസിബിൾ ആയിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സെൻസസ് മെത്തേഡും സാമ്പിൾ സർവേയും തമ്മിൽ. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. സാമ്പിളിംഗ് യൂണിറ്റ്സ്, ദ എലമെൻ്ററി യൂണിറ്റ്സ് or the group of elementary units which form the basis of sampling process are called the sampling units. Sampling units are the items of the population which are considered for the selection of the sample. അപ്പോൾ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു ടോട്ടൽ സാമ്പിളിനകത്ത് ഈച്ച് ആൻഡ് എവറി എലമെൻ്ററി യൂണിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻ്ററി യൂണിറ്റ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പോപ്പുലേഷനകത്തുനിന്ന് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സാമ്പിളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ്സാണ് നമ്മൾ സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സാമ്പിളിംഗ് ഫ്രെയിം, എ ലിസ്റ്റ് കണ്ടെയ്നിങ് ഓൾ ദ സാമ്പിളിംഗ് യൂണിറ്റ്സ് ഇൻ എ സാമ്പിളിംഗ് പ്രോസസ് ഈസ് നോൺ ആസ് എ സാമ്പിളിംഗ് ഫ്രെയിം. അപ്പോൾ ഒരു സാമ്പിളിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സാമ്പിൾസ് ആണോ കളക്ട് ചെയ്തത് ആ ഒരു ഈച്ച് ആൻഡ് എവറി സാമ്പിളിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി സാമ്പിളിംഗ് യൂണിറ്റ്സിൻ്റെ ആ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
So a sample is to be drawn from the units in a sampling frame. സോ ആ ഒരു സാമ്പിളിംഗ് ഫ്രെയിമിലുള്ള യൂണിറ്റ്സ് കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. വെൻ ദ പോപ്പുലേഷൻ ഈസ് ഫൈനൈറ്റ് ആൻഡ് ടൈം ഫ്രെയിം ഈസ് ഇൻ ദ പ്രസൻറ്റ് ഓർ പാസ്റ്റ്, ദെൻ സാമ്പിൾ ഫ്രെയിം ഈസ് ഐഡൻറ്റിക്കൽ within the population. For example, telephone directory can be treated as a sampling frame. ഇപ്പം ഈ ഒരു പോപ്പുലേഷൻ നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് പ്രസൻറ്റിലോ പാസ്റ്റിലോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് പോപ്പുലേഷനായിട്ട് സിമിലർ ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ടെലിഫോൺ ഡയറക്ടറി എടുക്കുമെന്ന് വെച്ചു. അപ്പോൾ ടെലിഫോൺ ഡയറക്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറേ സാമ്പിൾസിൻ്റെ ഒരു കളക്ഷനാണ് ഒരു ടെലിഫോൺ ഡയറക്ടറിക്കകത്തുള്ളത്. അപ്പോൾ ആ ടോട്ടൽ ടെലിഫോൺ ഡയറക്ടറി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പോപ്പുലേഷന് സിമിലർ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി സൈസ് ഓഫ് ദ സാമ്പിൾ എന്താണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് സാമ്പിളിംഗ് യൂണിറ്റ് സെലക്റ്റഡ് ഫ്രം ദി യൂണിവേഴ്സ് ടു ഫോം എ സാമ്പിൾ ഈസ് കോൾഡ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ. അപ്പോൾ ഒരു ടോട്ടൽ പോപ്പുലേഷനകത്തുനിന്ന് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ആ ഒരു സാമ്പിൾ സെലക്ഷനകത്ത് സാമ്പിളിനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ടോ ആ ഒരു അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ സൈസ് ഓഫ് ദ സാമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സാമ്പിൾ ഡിസൈൻ നോക്കാം. A sample design is a definite plan for obtaining a sample from a given population. It refers to a procedure adopted by an investigator for selecting items for a sample. There may be many sample designs. An investigator can choose the appropriate design. നമ്മളൊരു പോപ്പുലേഷനകത്തുനിന്ന് ഒരു സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു സാമ്പിൾ സെലക്ഷന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതിന് ആ ഒരു പ്രൊസീജിയേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്താണ് സാമ്പിളിംഗ് ഡിസൈൻസ് എന്നുകൊണ്ട്. പലതരത്തിലുള്ള സാമ്പിളിംഗ് ഡിസൈൻസ് ഉണ്ട്. ആ സാമ്പിളിംഗ് പ്രോസസ്സ് നടത്തുന്ന ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റിഗേറ്ററാണ് ഏത് അപ്രോപ്രിയേറ്റ് ഡിസൈൻ എടുക്കണമെന്ന് ചൂസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി. ദ ഐഡിയ ഓഫ് പ്രോബബിലിറ്റി അറൈസസ് when something is not sure taking place. When there is uncertainty about the future course of events and about their prediction, we express the possibility of occurrence of the event in terms of the times the event take place in long series of observation during the past. This proportion is the probability. The concept of probability is very useful in sampling theory. പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കൊരു കാര്യം ഷുവർ അല്ലാത്ത കേസിൽ നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു സാമ്പിളിംഗ് തിയറിയുടെ കേസിൽ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റിക്ക് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ട് നമ്മളൊരു സാമ്പിളിംഗ് തിയറിയുടെ കേസിൽ എന്താ ഒരു പോപ്പുലേഷൻ്റെ കൺക്ലൂഷൻസ് നമുക്ക് അത്രയും ഷുവർ അല്ല, നമ്മൾ ജസ്റ്റ് അസംഷൻസ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു സാമ്പിൾ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സാമ്പിളിംഗ് തിയറിയുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത്ര പഠിക്കുന്നുള്ളൂ. ഈ ഒരു പേപ്പർ കുറച്ച് തിയററ്റിക്കലാണ്, പക്ഷേ ഇത് സാമ്പിളിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ തിയറിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയാലും മതി. കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഈ ഡിഫറൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാമ്പിളിംഗ് ടെക്നിക്സ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പഠിപ്പിച്ചത് വരെയുള്ളതിൻ്റെ നോട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്